പറയാൻ വന്നത് എന്താണെന്നറിയാം. അപ്പനെ കൊണ്ട് പെണ്ണുകാണാൻ വന്നതാന്നല്ലേ? എന്തു വശാ എന്റെ സൈഡിൽ നിന്ന് അങ്ങനെ ഒരു നീക്കം ഉണ്ടായിട്ടില്ലല്ലോ, പിന്നെന്താ? കുറച്ച് സൗന്ദര്യം കൂടി പോയി എന്ന് പറഞ്ഞാൽ എന്നെ ഇങ്ങനെ വീണ്ടും വീണ്ടും ചുമ്മാ പുറകെ ശല്യം ചെയ്യുന്നേ. പെണ്ണ് കാണാൻ വന്നൊന്നുമല്ല, പിന്നെ അതെന്റെ അപ്പൂപ്പനും അല്ല, അത് ഇവിടുത്തെ പവിയുണ്ടല്ലോ അവന്റെ അപ്പൂപ്പനാണ്. പവിയുടെ അപ്പൂപ്പ? അപ്പൂപ്പന്റെ പേരെന്താ? പേര് ചെവി പൊട്ടനായിരിക്കും. വലിയ പേരാ, നിങ്ങൾക്ക് ചുരുക്കി വിളിച്ചാൽ മതി. പുള്ളി ഏതോ തറവാട്ടിലെ വലിയ തന്ത്രിയാണ്. ഇന്നലെ കിടന്നുറങ്ങിയപ്പോൾ ഇവിടെ എന്തോ അനർത്ഥം സംഭവിക്കുന്നൊക്കെ സ്വപ്നം എന്തോ കണ്ടു. അപ്പൊ അത് നിങ്ങളുമായിട്ട് പറഞ്ഞു തരാനാണ് വന്നത്. അച്ചടക്കമായിട്ടൊക്കെ ഇരിക്കണം. എന്തോന്ന് മോളെ, അപകടം വരാൻ പോണെന്നാണ് പറഞ്ഞത്. അതിനിങ്ങനെ സന്തോഷിക്കണോ? വിളിക്കട്ടെ. ഗുരുക്കളെ, വലിയ ഗുരുക്കളാ. കുണുകുണായോ? ഇവിടെ അമാവാസി നാളിൽ മരിച്ച പഴയടാക്കന്മാരായ 7 പേരുടെ ആത്മാവ് ഇവിടെ ചുറ്റിക്കറങ്ങാണ്. കൊളാമ്പി എടുത്തോ? ഇല്ല. കൊളാമ്പി എടുത്തോണ്ട് കണ്ടായിരുന്നോ? പറഞ്ഞുതരാ നോമങ്ങടാ. ആ, പഴയടാത്മാക്കളുടെ ചില മരിച്ചുപോയ ആത്മാക്കൾ ഇവിടെ സ്ഥലത്ത് ഒരു കുഴപ്പമില്ല. കണ്ട നീക്കിയ ഒരു സ്ഥലത്ത് ഇവിടെ കിടന്ന് കറങ്ങണുണ്ടോ? 7 പേരോടുണ്ട് അവരെ കേട്ടോ. അപ്പോൾ അവരെ ഒഴിക്കാൻ വേണ്ടിയിട്ട് വേണ്ട ക്രിയകൾ അങ്ങോട്ട് ചെയ്യണം. എന്താ ചെയ്യേണ്ടത്? ഞാൻ പറഞ്ഞുതരാം. മനസ്സിലായോ? ഇത് സംശയമുണ്ടോ? ആ, അപ്പം വേണ്ട ക്രിയകൾ അങ്ങോട്ട് ചെയ്യണം. ഞാൻ വേണ്ട സാധനങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്. പവി നിങ്ങളോട് പറഞ്ഞില്ലായിരുന്നോ ഒന്നും? ഇല്ല. പവിയൊന്നും പറയില്ലേ? പറഞ്ഞില്ലായിരുന്നല്ലേ? ഇല്ല. ആ, അപ്പൊ അത് പവി എവിടെ? ആ പവി നമ്മളെ പ്രേതങ്ങൾക്ക് തിന്നിട്ട് കൊടുത്തിട്ട് മുങ്ങിയിട്ടുണ്ടാവോ? നമ്മുടെ കൊച്ചുമോളോട് മര്യാദയ്ക്ക് സംസാരിക്കണം. അത് അങ്ങനെ ചെയ്യുന്ന ഒരു വ്യക്തിയല്ല. അപ്പൂപ്പ ആ, ഇതേ പിന്നെയും പോയി. അപ്പൂപ്പ, ഞാനൊരു ഡൗട്ട് ചോദിക്കട്ടെ? ഈ പ്രേതങ്ങളൊക്കെ എപ്പോഴാ ഇങ്ങോട്ട് വരുന്നത്? വേണ്ട കാര്യമില്ല, അവർ ഓൾറെഡി ഇവിടെ തന്നെ ഉണ്ട്.